നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ കായയും ചേനയും കൂടിയുള്ള ഉപ്പേരിയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ കായയും ചേനയും കൂടി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് 4ആയിട്ട് കീറി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തൊലിയൊന്നും കളയാതെ. പിന്നെ ഒരു കഷ്ണം ചേന കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 നമ്മൾ നാടൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, പിന്നെ അത് കൂടാണ്ട് നമുക്ക് കൊല്ലമുളക്, അതുപോലെ വെളിച്ചെണ്ണ, നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. അത് നമ്മൾ കായയും ചേനയും കൂടി നമ്മൾ കുക്കറിൽ ഇടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കായയും ചേനയും അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം, അത് കഴിഞ്ഞ് ഉപ്പിടാം. നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ഉപ്പിട്ടു. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിക്കാം. വേവിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കായയും ചേനയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കൊല്ലമുളക്, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി, അതുപോലെ നമ്മുടെ വെളുത്തുള്ളി ഇതിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് നമ്മൾ എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചതച്ച് വെച്ച ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ മുളക് ഇതിലേക്ക് ഇടാം. നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇതിടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇത് ഇളക്കി ഒരു നന്നായിട്ട് ഇത് റോസ്റ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നാടൻ പച്ചമുളക് ഇടാം. കുറച്ച് നമുക്കെന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഈ പച്ചമുളകൊന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ചേനയും കായയും ഇതിലേക്ക് ഇടാം. നമുക്ക് കായയും ചേനയും വേവിച്ചത് നമുക്കതിലേക്കിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഞാനൊരു കയ്യിൽ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റില്ല രണ്ടും കൂടി. അപ്പോൾ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കാണിച്ചു തരാം. ഞാൻ കായയും ചേനയും കൂടെയുള്ള ഉപ്പേരി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇങ്ങനെയുള്ള നല്ല ഉപ്പേരി നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയൊക്കെ നമുക്ക് കൂട്ടിക്കഴിക്കാം. ഇങ്ങനെയുള്ള ഉപ്പേരി നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. ഏകദേശം നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണിത്, കായയും ചേനയും കൊണ്ടുള്ള ഉപ്പേരി. എന്തായാലും ഇതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക. ഇനിയും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.